സമയം മുൻപ് വന്ന ഒരു വാർത്തയാണ് സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത്. തിരുവനന്തപുരത്ത് യുവതി വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ മണികണ്ഠേശ്വരം സ്വദേശിനി ശ്രീജയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 3 ദിവസം മുൻപ് ശ്രീജ വിവാഹമോചനം നേടിയിരുന്നു. ഇന്നലെ രാത്രി മുൻ ഭർത്താവ് ശ്രീജയുടെ വീട്ടിലെത്തി ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചെന്ന് ശ്രീജയുടെ കുടുംബം ആരോപിക്കുന്നു. എല്ലാവരും ഒരുമിച്ച് തന്നെയായിരുന്നു. കുട്ടിയെ അപ്പോഴും ചൂഷണം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കുട്ടിയെ അമ്മയുടെ ജീവനെ കരുതി ഒന്നും വെളിയിൽ പറഞ്ഞിരുന്നില്ല. ഈ മരണശേഷം, അച്ഛൻ്റെ മരണശേഷം ഉണ്ടായ സംഭവം ഒളിച്ചു വയ്ക്കാൻ നിവൃത്തിയില്ലാതെ കുട്ടിയുടെ അമ്മ തന്നെ പിടിച്ചതായിരുന്നു. കുട്ടിയുടെ ഭാവ വ്യത്യാസവും കുട്ടിയുടെ ചലനങ്ങളിൽ നിന്നും അമ്മ ചോദിച്ചപ്പോൾ കുട്ടിക്ക് പറയേണ്ടി വന്നു. ഒടുവിൽ ആ കുട്ടി ഈ വിവരങ്ങളെല്ലാം നെടുമങ്ങാട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുമ്പായി പരാതിപ്പെടുകയും അങ്ങനെ ഒപ്പം ഡിവോഴ്സും കൊടുത്തു. കഴിഞ്ഞ 22-ാം തീയതി ശനിയാഴ്ച ഓർഡറായി. ഇതിൻ്റെ എല്ലാം പകയാണ് ഇന്നലെ വൈകുന്നേരം ഒരു 7:30 ഇവൻ വീട്ടിൻ്റെ മുകളിൽ കയറി ഒളിച്ചിരിക്കുകയും ചേച്ചി മഴയായതുകൊണ്ട് ഉണങ്ങിയ തുണി എടുക്കാൻ വേണ്ടി തുറന്നപ്പോൾ തന്നെ വാതിൽ ചവിട്ടി അകത്ത് കയറുകയും മോളെ പിടിച്ച് ഒരു മുറിയിൽ ആക്കുകയും ചേച്ചിയെ താഴത്തെ മുറിയിൽ കൊണ്ട് പൂട്ടിയിട്ട് ഉപദ്രവിക്കുകയും, അതായത് 7:30 മുതൽ രാത്രി 12-12:15 വരെ ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും അവളുടെ മരണമൊഴി അടിസ്ഥാനത്തിൽ അവളുടെ മുഖത്തെ എല്ലാം അടിച്ച് ഒതുവാതാക്കി. ഈ ഒരു സെൻറ്റൻസാണ് എഴുതിയിരിക്കുന്നത്. വസ്തുവിൻ്റെയും വീടിൻ്റെയും ആധാരങ്ങളും ഓർണമെൻറ്റ്സും പൈസയും എല്ലാം, ബാങ്ക് ബോണ്ടുകൾ എല്ലാം അവനെ ഇന്ന് വൈകുന്നേരം കൊണ്ട് കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ എന്നും പറഞ്ഞ് അവളുടെ വസ്ത്രമെല്ലാം അഴിപ്പിച്ച് ദൂരെ കളഞ്ഞ് ന്യൂഡ് വീഡിയോയും ക്ലിപ്പിങ്ങുകളൊക്കെ എടുത്ത് അത് ആർക്കും 1-2 പേർക്ക് അയച്ചിട്ടുമുണ്ട്. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് അത് ഇൻ്റർനെറ്റിൽ പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. അതിൽ മനംനൊന്ത് അവനെ എങ്ങനെയൊക്കെ പറഞ്ഞ് വെളിയിൽ വിട്ട് മകളെ മുകളിൽ റൂമിൽ കൊണ്ട് കിടത്തിയ ശേഷം തിരിച്ച് റൂമിൽ വന്ന് ആത്മഹത്യാക്കുറിപ്പ് എഴുതിയ ശേഷം സ്വന്തം ഷാളിൽ തൂങ്ങി മരിക്കുകയാണ് ഉണ്ടായത്. വി വിനോദ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. വിനോദ്, 3 ദിവസം മുൻപ് വിവാഹമോചനം നേടുന്നു. തൊട്ടു പിന്നാലെ മുൻ ഭർത്താവിന്റെ മാനസിക പീഡനവും ശാരീരികമായിട്ടുള്ള ആക്രമണവും. ഇതിൽ മനംനൊന്ത് ശ്രീജ ജീവനൊടുക്കിയെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് വിനോദ്? ടോം, ഇവർക്ക് ഒരു മകളാണുള്ളത്. ഈ പെൺകുട്ടിക്ക് 10 വയസ്സുള്ളപ്പോൾ മുതൽ തന്നെ പിതാവ് ലൈംഗികമായി അതിക്രമം നടത്താറുണ്ടായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഈ മരിച്ച ശ്രീജയുടെ പിതാവിന്റെ മരണസമയത്തും വീട്ടിലേക്ക് കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുവരികയും അവിടെ അച്ഛൻ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഈ സമയത്താണ് ഈ വിവരം അമ്മ അറിയുന്നത്. പിന്നീട് ഇത് പരാതി നൽകുകയും നെടുമങ്ങാട് കോടതിയിൽ ഇത് സംബന്ധിച്ച് കുട്ടി മൊഴി നൽകുകയും ചെയ്തിരുന്നു. ആ സമയം മുതൽ തന്നെ ഇവർ അകന്ന് കഴിയുകയായിരുന്നു. ഏറ്റവും കൂടുതൽ ഇപ്പോൾ കുട്ടിക്ക് 17 വയസ്സിനടുത്താകുന്നു. ആ സമയത്താണ് ഇങ്ങനെ ഇവർ വേർപിരിയാനുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടത്. അങ്ങനെ 3 ദിവസം മുമ്പ് ഇവർ ആ കോടതി നടപടികൾ പൂർത്തിയാക്കി വേർപിരിയലിന് പരസ്പരം സമ്മതിച്ച് അങ്ങനെ ഒരു ഉറപ്പിന്മേൽ പിരിയുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രി വീണ്ടും അയാൾ മദ്യപിച്ച് വീട്ടിലേക്ക് എത്തുകയും യുവതിയോട് അതിക്രമം കാട്ടുകയും മാത്രമല്ല അവരെ അതിക്രൂരമായി മർദ്ദിക്കുകയും അവരുടെ നഗ്ന ചിത്രങ്ങൾ ഫോണിൽ പകർത്തി മറ്റൊരു സുഹൃത്തിന് അയച്ചു കൊടുക്കുകയും ചെയ്തു. ഈ കാര്യമാണ് ആത്മഹത്യാക്കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തന്നെ മർദ്ദിച്ച കാര്യം, അതോടൊപ്പം തന്നെ വസ്തുവകകൾ, ഈ ഒത്തുതീർപ്പിന്റെ ഈ വിവാഹമോചനത്തിന്റെ ഭാഗമായി ഇവർക്കുള്ള ജീവനാംശം ലഭിച്ച തുകയുണ്ട്. അതോടൊപ്പം തന്നെ കുടുംബപരമായി ഈ യുവതിക്ക് ലഭിച്ച വസ്തുക്കളുണ്ട്. പലയിടങ്ങളിലായുള്ള വസ്തുക്കളും ബാങ്കിലുള്ള തുകയും എല്ലാം ഉണ്ട്. ഇതെല്ലാം തന്നെ പ്രതിക്ക് കൈമാറണം എന്നതായിരുന്നു ആവശ്യം. അത് ഇന്ന് കൈമാറണം എന്ന ഒരു ആവശ്യമാണ് ഉന്നയിച്ചത്. രാത്രി 7:30 മണിയോടുകൂടിയാണ് വീടിനുള്ളിൽ പ്രവേശിക്കുന്നത്. 12:30 മണിവരെ ഇവരെ ശാരീരികമായി ഉപദ്രവിച്ചുവെന്ന് ബന്ധുക്കൾ പറയുന്നു. ആത്മഹത്യാക്കുറിപ്പ് വായിക്കുമ്പോഴും ആ നിലയ്ക്ക് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. വീടിനുള്ളിൽ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു. ഇയാൾ പ്രതി പോയ ശേഷം മകളെ മുകളിലത്തെ നിലയിൽ കയറ്റി അവിടെ ഉറങ്ങാൻ കിടത്തിയ ശേഷമായിരുന്നു താഴേക്ക് യുവതി വന്നത്. അതിനുശേഷം ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ വട്ടിയൂർക്കാവ് പോലീസ് സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. ഈ മർദ്ദനം, അതോടൊപ്പം തന്നെ ഗാർഹിക പീഡനം, ആത്മഹത്യാ പ്രേരണ തുടങ്ങിയ നിരവധി വകുപ്പുകൾ ചേർത്തുള്ള FIR എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും പ്രതി ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. കഴിഞ്ഞ ദിവസം ഈ സംഭവത്തിന് ശേഷം നെയ്യാറ്റിൻകരയ്ക്ക് അടുത്താണ് ഇയാളുടെ കുടുംബ വീട്. ആ ഭാഗത്തേക്ക് ഇയാൾ മാറുകയായിരുന്നു. ഈ ആത്മഹത്യയുടെ വിവരം വട്ടിയൂർക്കാവ് പോലീസ് അറിയുകയും പിന്നീട് അവിടെയുള്ള പോലീസിനെ വിവരം അറിയിക്കുകയും ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. വൈകാതെ തന്നെ അറസ്റ്റ് ഉണ്ടാകും. ക്രൂരമായ പീഡനം നടന്നു.
ശാരീരികമായ പീഡനം നടന്നു എന്ന് തന്നെയാണ് യുവതിയുടെ ആത്മഹത്യക്കുറിപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേട്ടോ. ഈ പ്രതിക്കെതിരെ ഈ വകുപ്പുകളൊക്കെ ചുമത്തി പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഉടൻ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി, പിന്നാലെ തന്നെ പ്രതിയുടെ അറസ്റ്റും രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ വിനോദ്. ഇപ്പോൾ ഈ ആത്മഹത്യാക്കുറിപ്പില് ഇക്കാര്യങ്ങളെല്ലാം പൂർണ്ണമായും വിശദീകരിക്കുന്നുണ്ടോ? ഈ ലൈംഗികമായിട്ടുള്ള പീഡനം, പിന്നാലെ ഉണ്ടായിട്ടുള്ള ഈ വിവാഹമോചനം, അതിന് പിന്നാലെ ഉണ്ടായ മാനസികവും ശാരീരികവുമായിട്ടുള്ള മർദ്ദനങ്ങൾ, പീഡനങ്ങളൊക്കെ കുറിച്ചൊക്കെ വിശദീകരിക്കുന്നുണ്ടോ ഈ ആത്മഹത്യാക്കുറിപ്പിൽ? ഈ ആത്മഹത്യാക്കുറിപ്പിൽ കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ പറയുന്നുണ്ട്. മകൾക്ക് നേരെ ഉണ്ടായ ലൈംഗിക അതിക്രമം ഒരു കാരണവശാലും ഇനി പ്രതിക്കൊപ്പം മകളെ വിടരുത് എന്ന കാര്യം, മകളെ സംരക്ഷിക്കണമെന്ന് ബന്ധുക്കളോട് ആവശ്യപ്പെടുന്നു. ആത്മഹത്യ ചെയ്ത യുവതിക്ക് ഒരു സഹോദരനാണുള്ളത്, അമ്മയുണ്ട്. ഈ കത്തിൽ പറയുന്നത് കൊടിയ പീഡനം നേരിട്ടു എന്ന് തന്നെയാണ്. ഇത്രയും കാലം കടുത്ത പീഡനം നേരിടേണ്ടി വന്നു. ഏറ്റവും ഒടുവിൽ മാറി താമസിക്കാനുള്ള തീരുമാനം, വിവാഹമോചനം സംബന്ധിച്ച കാര്യത്തിൽ തീർപ്പുണ്ടാകുന്നു. അന്ന് കോടതിയിൽ ഇരു കൂട്ടരും സമ്മതം അറിയിച്ച് പിരിഞ്ഞതാണ്. എന്നാൽ തൊട്ടടുത്ത ദിവസം, അതായത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് വീണ്ടും ഈ യുവതി താമസിക്കുന്ന വീട്ടിലേക്ക് ഇയാളെത്തുകയും അവിടെ യുവതിയും മകളും മാത്രമാണ് താമസിക്കുന്നത്. ആ വീട്ടിലേക്ക് അതിക്രമിച്ച് കടക്കുകയുമായിരുന്നു. അതിനുശേഷമാണ് ക്രൂരമായി മർദ്ദിച്ചത്. ലൈംഗിക പീഡനം നടന്നിട്ടുണ്ട് എന്ന കാര്യം, അതോടൊപ്പം തന്നെ ഈ നഗ്ന ചിത്രം പകർത്തി പ്രതിയുടെ സുഹൃത്തിന് മൊബൈലിൽ അയച്ചു കൊടുത്തു. യുവതിയുടെ പേരിലുള്ള ബാങ്കിലുള്ള തുക, അതോടൊപ്പം തന്നെ വീട്, മറ്റ് വസ്തുവകകൾ, മറ്റ് ചിലയിടങ്ങളിലായുള്ള വസ്തുവകകൾ, ഇതെല്ലാം തന്നെ ഇന്ന് പ്രതിയുടെ പേരിലേക്ക് മാറ്റണം എന്ന ആവശ്യമാണ് ഉന്നയിച്ചത്. അല്ലെങ്കിൽ ഈ മൊബൈലിൽ പകർത്തിയ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുമെന്ന ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്ന് യുവതി ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട്. ആത്മഹത്യാക്കുറിപ്പ് പരിശോധിക്കുമ്പോൾ നടന്ന പീഡനവും ഭീഷണിപ്പെടുത്തലും അത്തരം കാര്യങ്ങൾ, ജീവനെടുക്കുന്നതിന് കാരണക്കാരൻ ഭർത്താവാണെന്ന് എഴുതി വെച്ചുകൊണ്ടുള്ള ഒരു കത്ത് തന്നെയാണ്. ഈ കത്ത് കൂടി അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ പോലീസ് നടപടി മുന്നോട്ട് പോകുന്നത് കേട്ടോ. വ്യക്തമാണ്. വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് യുവതി ജീവനൊടുക്കിയത് മുൻ ഭർത്താവിന്റെ കൊടിയ പീഡനവും മാനസിക പീഡനവും ശാരീരികവുമായിട്ടുള്ള മർദ്ദനവും മൂലമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആത്മഹത്യാക്കുറിപ്പിലും അവർ വിശദീകരിക്കുന്നുണ്ട്. സ്പോട്ട് ലൈവ്